الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الماء وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ബഖറ 274 ആയത്തിൽ ബനി ഇസ്രായേലുകൾ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും മൂസ നബി അലൈഹിസ്സലാമിൽ നിന്നും സ്വീകരിച്ചതിന് ശേഷവും അവർക്ക് തൗറാത്ത് നൽകപ്പെട്ടതിന് ശേഷവും അവരുടെ ഹൃദയം അങ്ങേയറ്റം കടുത്തുപോകുകയും സന്മാർഗത്തിൽ നിന്നും അവർ തെറ്റിപ്പോകുകയും ചെയ്തതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്കിവിടെ, അതിൻ്റെ ഒരു നേരായ ഒരു ചിത്രമാണ് വരച്ചു കാണിക്കുന്നത്. നമുക്ക് നോക്കാം. പിന്നെ ഖസത്ത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. മിൻ ബഅദി ദാലിക, അതിനുശേഷവും ഫഹിയ കൽ ഹിജാറ, അതൊരു പാറക്കല്ല് പോലെയായി. ഒരു പാറക്കല്ല് പോലെ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത്രത്തോളം സത്യം അംഗീകരിക്കാനുള്ള അവരുടെ വൈമനസ്യം, നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള വിസമ്മതം, ആ രേഖപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നത്. ഔ അശദ്ദു ഖസ്വ, അവിടെയും നിർത്താതെ അള്ളാഹ് പറയുകയാണ്, ഔ അല്ലെങ്കിൽ അശദ്ദു ഖസ്വ, ആ പാറക്കല്ലിനേക്കാൾ കടുത്തതായി പോയി. വ ഇന്ന മിനൽ ഹിജാറത്തി, നിശ്ചയമായും കല്ലുകളിൽ നിന്നും ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാറു, ലമാ യതഫജ്ജറു, അതിൽ നിന്നും ഒഴുകുന്നു, മിൻഹു, അതിൽ നിന്നും, അൽ അൻഹാർ, പുഴകൾ. ചില പുഴകൾ പാറകൾക്കടിയിൽ കൂടിയാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ പാറയിൽ നിന്നും പുഴകൾ ഒഴുകുന്നു എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പം പാറകളോട് ഉപമപ്പെടുത്തിയത് പോലും പാറകളോട് ഉപമപ്പെടുത്തുന്നത് പോലും ശരിയാകില്ല. നിങ്ങളുടെ മനസ്സ് അതിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വ ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, വ ഇന്ന മിൻഹാ, അതിൽ നിന്നും തന്നെ, അത്തരം ചില പാറകളിൽ നിന്നും, യശഖഖു, അതിൽ നിന്നും പൊട്ടി വരുന്നു, ആ പാറയിൽ നിന്ന് പൊട്ടി വരുന്നു, ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നു. പാറകൾ പൊട്ടി അതിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സ് പാറ പോലെ ഉറച്ചതാണെന്ന് പറയുമ്പോൾ അത് അനുയോജ്യമാകില്ല. കാരണം ചില പാറകളിൽ നിന്നും നദികൾ പൊട്ടി ഒഴുകുന്നുണ്ട്, അതുപോലെ വെള്ളം ഒലിച്ചു പുറത്തേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. വ ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ്, അത്തരം പാറകളിൽ നിന്നും തന്നെ ലമാ യഹ്ബിതു, അത് താഴേക്ക് വീഴുന്നു, മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്.
ചില പാറകൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് താഴേക്ക് ഉരുണ്ടു വീഴുന്നു. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. വമല്ലാഹു അല്ലാഹു അല്ല ബിഗാഫിലിൻ അശ്രദ്ധനല്ല അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി. നിങ്ങളുടെ ഈ അനുസരണക്കേടും നിങ്ങളുടെ ഈ വഴിപ്പിഴവും നിങ്ങളുടെ ഈ അതിക്രമത്തെ തൊട്ടും ഒന്നും തന്നെ അല്ലാഹു അശ്രദ്ധനല്ല. അതൊക്കെ സൂക്ഷ്മ നിരീക്ഷണം അല്ലാഹ് നടത്തുന്നു. സൂക്ഷ്മമായി അല്ലാഹ് അതറിയുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനു മുമ്പ് പറഞ്ഞത് ചില പാറകൾ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ് എന്നാണ് ആ പറഞ്ഞർത്ഥം. പാറകൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള മുഴുവൻ അചേതന വസ്തുക്കളും അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട്. സൂറ സൊഫിന്റെ തുടക്കം പറയുന്ന എന്താ? സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഹുവൽ അസീസുൽ ഹകീം. ആകാശങ്ങളിലും ഭൂമിയിലുള്ള മുഴുവനും അല്ലാഹുവിനെ തസ്ബീഹ് നടത്തുന്നു. കണ്ടോ? അത് കഴിഞ്ഞ് അതിനുശേഷമുള്ള ജുമയിലും അത് തന്നെ പറയുന്നു. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. കണ്ടോ? ആകാശഭൂമികളിലുള്ളത് മുഴുവനും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്നാണ്. ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അത്തരം തസ്ബീഹുകൾ. നിങ്ങൾക്ക് അത് അറിയാൻ കഴിയില്ല, പക്ഷെ അവകൾ ചെയ്യും. അപ്പോ അചേതന വസ്തുക്കൾ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിധേയമായി അതൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യർ ചിന്തിക്കാനും മനനം ചെയ്യാനും തലച്ചോറ് നൽകപ്പെട്ട, ബുദ്ധി നൽകപ്പെട്ട നിങ്ങളുടെ മനുഷ്യനാണ്. അതുപോലെ ജിന്നുകളാണ് നിർമാർഗത്തിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്നത് എന്നാണ് അല്ലാഹു തആല ഇവിടെ ഉണർത്തുന്നത്. അത് നിങ്ങളുടെ ആ ഒരു നിഷേധത്തിൻ്റെ അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ പാറക്കല്ലുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കട്ടിയായി കടുത്തു പോയിരിക്കുന്നു എന്നാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. എന്നിട്ടും അത്തരം പാറകൾക്ക് പോലും പലതരം ഗുണങ്ങളുണ്ട്. ആ ഗുണഗണങ്ങളാണ് അല്ലാഹു അവിടെ വിശദീകരിക്കുന്നത്. വെള്ളം പൊട്ടിയൊലിക്കുന്ന പാറയുണ്ട്, നദികൾ ഒഴുകി വരുന്ന പാറകളുണ്ട്, അതുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ട് താഴോട്ട് വീഴുന്ന പാറകളുണ്ട്. പക്ഷേ നിങ്ങളതിന് തയ്യാറല്ലല്ലോ എന്നുള്ള ആ ഒരു താക്കീത് ആണ് അല്ലാഹു തആല ഇവിടെ നൽകുന്നത്. അങ്ങനെ ഇത്രയുമാണ് ഈ ആയത്തുമായി നമുക്ക് പറയാനുള്ളത്. നല്ല നിലയിൽ അള്ളാഹുവിനോട് അനുസരണമുള്ള നല്ല ഹൃദയത്തോടുകൂടി ജീവിച്ചു മുഅ്മിനായി മുസ്ലിമായി മരണപ്പെടുന്ന നല്ല സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.